പോകണമെന്ന് ആഗ്രഹമായിരുന്നു. അബുദാബി ദുബായി പോകണമെന്നായിരുന്നു പണ്ട് വിചാരം. അതിന് വേണ്ടിയിട്ട് കുറേ ട്രയലും ചെയ്ത് ബോംബെയിലൊക്കെ വന്ന് ഖത്തറിൻ്റെ പിടിക്കലെല്ലാം പാസ്സായി. ഇതിന് ഭാഗ്യത്തിന് ഓസ്ട്രേലിയയിലെത്തി. അബുദാബിയിൽ നമ്മൾ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. നമ്മൾ കേരളത്തിലുള്ളവരൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾക്കൊക്കെ അത് കാണുമ്പം പുതുമ തോന്നില്ല, പക്ഷേ കാണാത്ത ആൾക്കാർ കാണുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഗൂച്ചിയുടെ ഷോപ്പ്, അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ഷോപ്സ് എല്ലാ എയർപോർട്ടിലും ഉണ്ടാവും. പക്ഷേ ഓരോ സ്ഥലത്തെയും അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഷോപ്സൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതെന്നൊക്കെ, എയർപോർട്ടിൻ്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ, അതാണ് അതിന് ബ്യൂട്ടി വരുന്നത്. അല്ലാതെ എല്ലാ രാജ്യങ്ങളിലും ഇത് ഷോപ്സൊക്കെ ഉണ്ട്. ബട്ട് ഓരോ കൺട്രിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ബ്യൂട്ടി. ബ്രാൻഡഡ് ഐറ്റംസിനോട് കുറച്ചൊരു ക്രേസ് ഉണ്ട്. മെയിനായിട്ട് സൺഗ്ലാസസ്, ഹാൻഡ് ബാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ വീക്ക്നെസ്. അങ്ങനെ കുറേ ഐറ്റംസ് വീക്ക്നെസ് ആണ്. പിന്നെ പെർഫ്യൂംസ്, അതൊക്കെ കോച്ചിൻ്റെയൊക്കെ പെർഫ്യൂം അടിപൊളിയാണ്. പിന്നെ എനിക്ക് വീക്ക്നെസ് ജ്വല്ലറിയാണ്. അങ്ങനെ സ്വരോസ്കിയുടെ ഷോപ്പിൻ്റെ മുന്നിലും കൂടെ പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. അബുദാബിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അബുദാബിയിൽ നിന്നൊരു ബീർ കുടിക്കണം എന്നുള്ള വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. അപ്പം ഒന്നും നോക്കിയിട്ട് ഒരു അടിപൊളി ഷോപ്പിൽ കയറി എനിക്കെൻ്റെ ബീർ വാങ്ങി. മുഴുവൻ ഒഴിക്കുന്നില്ല, അപ്പോൾ ഇതിലൊഴിച്ചു. അപ്പം ബീറെല്ലായിടത്തും ഒരേ ടേസ്റ്റാണ്. അങ്ങനെ ഷ്രിംപ് ഷാപ്പ് എന്ന് പറഞ്ഞ ഒരു പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് വന്നിട്ടുണ്ട്. ഇത് കിങ് പ്രോൺസ് വെച്ചിട്ട് ഉള്ള ഒരു പിസ്സയാണ്. ട്രൈ ചെയ്ത് നോക്കട്ടെ.